ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൂടി ഞാനൊന്ന് കുളിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ പപ്പയും കൂട്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് രാവിലെ. നല്ല പുഴയിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തലയിൽ താരനും കടിയും എല്ലാം കുറേ പോവും. അത് മാത്രമല്ല തലയ്ക്ക് നല്ലൊരു തണുപ്പും കിട്ടും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് കുളിച്ചിട്ടേ ഉള്ള കാര്യം എന്ന് വിചാരിച്ച് ഞാൻ ഷാമ്പൂ ആയിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയേ, ആ ഒരു കാടിൻ്റെ ആ ഒരു ഇടയിലൂടെ ഇളവെയിൽ അരിച്ചിറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്പോട്ടിൽ നമ്മൾ നോക്കി പുഴയുടെ തീർത്ത് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞു, ഇവിടെ ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ കുളിക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ ചെന്നു, പക്ഷേ എനിക്ക് അത്ര സെറ്റായില്ല കേട്ടോ. അവിടെ ഭയങ്കര ആഴമാണ്, പിന്നെ ഒഴുക്കും കുറവാണ്. അപ്പോൾ ഞാൻ ഷാമ്പൂ ഒക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഇന്ന് കുളിച്ചിട്ട് തന്നെ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി അത്യാവശ്യം നല്ലൊരു സ്പോട്ട് കണ്ടെത്തുക തന്നെ ചെയ്തു. പിന്നെ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല സീനറിയാണ് കേട്ടോ, അതാണ് പറയേണ്ടത്. നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ മിക്കപ്പോഴും ഫോട്ടോഷൂട്ടിനൊക്കെ ഒന്ന് വരണം എന്ന് വിചാരിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ അങ്ങനെ നല്ല സെനിക് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കര ഒരു എന്താ പറയുക, സീനറിയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു കേട്ടോ, അമീബയുണ്ട് സൂക്ഷിക്കണം, ഭയങ്കര ഡേഞ്ചറാണെന്നൊക്കെ. ശരിയാണ്, നമ്മൾ വാട്ടർ ബോഡിയിൽ ഇറങ്ങുമ്പോൾ അമീബ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ തലയിൽ അതൊന്നും ഞാൻ ചിന്തിച്ചില്ല, അമീബയുടെ കേസൊന്നും. പക്ഷേ ഈ വെള്ളം അത്യാവശ്യം ഒഴുക്കുള്ളതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അധികം ഒഴുക്കില്ലാത്ത ചൂട് പിടിച്ച് കിടക്കുന്ന വെള്ളം, ഓരോ പോണ്ടിലെ വെള്ളം, അങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. പിന്നെ അടിയിൽ അടിഞ്ഞ് കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, നമ്മളിങ്ങനെ കുളത്തിലേക്കൊക്കെ ചാടുമ്പോഴത്തേക്കും വെള്ളം കലങ്ങത്തില്ല ചെളി കാരണം. അങ്ങനെയൊക്കെ ഉള്ള വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് കണ്ട സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പം കണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ചൂട് പിടിച്ച് കിടക്കുന്ന വെള്ളമാണ് ഏറ്റവും ഡേഞ്ചർ എന്നാണ് പറയുന്നത്. അതായത് ചൂട് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു അമീബ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കുക. പക്ഷേ ഈ വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, ഐസ് കട്ട പോലത്തെ വെള്ളമാണ്. എന്താ പറയുക, ഭയങ്കര റിഫ്രഷ്മെൻ്റാണ് കേട്ടോ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ വീട്ടിൽ ബാത്റൂമിൽ നിന്ന് നമ്മൾ ആ ഒരു വെള്ളത്തിൽ കുളിക്കുന്ന ഒരു ഫീലല്ല നമ്മൾ പുഴയിലൊക്കെ പോയി കുളിക്കുമ്പോഴത്തേക്ക്. അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്, നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ്. നേച്ചറുമായിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എന്നാ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ പപ്പയാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത്. പപ്പേനെ ഞാൻ ഓരോ പോർട്രേറ്റിലിട്ട് വീഡിയോ എടുക്ക്, നോർമൽ വീഡിയോ എടുക്ക്, ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് സൂമിംഗ് ഒക്കെ എങ്ങോ പോയിട്ടോ, 5x സൂം ചെയ്തപ്പോഴത്തേക്കും എന്നെ കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഫുൾ കോമഡിയാണ് കേട്ടോ, ഒന്നും പറയണ്ട. ലാസ്റ്റ് പിന്നെ ഞാൻ പപ്പയോട് പറഞ്ഞ് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഫുൾ തമാശയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന്മാരുടെ കൂടെ പെൺമക്കൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഫ്രീഡമാണ് കേട്ടോ. ശരിക്കും ഫ്രീഡം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പ്രത്യേക എൻജോയ്മെൻ്റാണ്. അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം മുഖത്ത് ആ സൺലൈറ്റൊക്കെ വന്ന് വീഴുന്ന ഒരു ഏർലി മോർണിംഗ് ടൈമാണ് കേട്ടോ. ആ ഒരു പ്രത്യേക ലൈറ്റിംഗ് ആണ്. ആ ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്നാണേലും പപ്പയും കുറേ എൻജോയ് ചെയ്തു. പപ്പ പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിയൊന്നുമില്ല. അപ്പോൾ പപ്പ ശരിക്കും വീഡിയോ എടുക്കാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുഴ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഒത്തിരി പേര് അവിടെ അലക്കാനും കുളിക്കാനൊക്കെ വരാറുണ്ട്. പപ്പയോട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങണ്ടോയെന്ന് ചോദിച്ചിട്ട് പപ്പ പറഞ്ഞു ഞാനെങ്ങുമില്ല, നീ എന്നാന്ന് വെച്ചാൽ കാണിക്ക്, നീ ഇറങ്ങോ കുളിക്കോ എന്നാന്ന് വെച്ചാൽ കാണിക്കും, ഞാനെങ്ങും വരുന്നില്ല എന്ന് പറഞ്ഞ് കൊതി കുത്തി പോയതല്ല, പോകുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്നാണേലും അത്യാവശ്യം ഞാനൊന്ന് തേച്ച് ഉരച്ച് കുളിച്ചു. ഒന്നും അത്യാവശ്യം ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഷാമ്പൂ ഒക്കെ ഇട്ട് ആഘോഷമായിട്ടാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ അത്യാവശ്യം തലയൊക്കെ തണുത്ത ഒന്ന് റീഫ്രഷ്മെൻ്റായി നമ്മളിതേ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്കൊരു ചായ കുടിക്കണം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് ചെറിയ ചായക്കടകളുണ്ട്. വലിയ ഫുഡും സെറ്റപ്പൊന്നുമില്ല, ചെറിയ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് വേണം തിരിച്ച് പോകാനായിട്ട്. ഇപ്പോൾ വളരെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് ഫോട്ടോഷൂട്ടിനും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ഒന്ന് റീഫ്രഷ് ആയിട്ടുണ്ട്. പ്ലസ് നമ്മളൊരു അടിപൊളി ചായയും തിളച്ച എണ്ണയും കോരിയെടുത്ത പത്തിരിയും കൂടെയാണ് കഴിക്കുന്നത്. ചെറിയൊരു ചായക്കടയിലാണ് നമ്മൾ കയറിയത് കേട്ടോ. എന്താണേലും സൂപ്പർബായിരുന്നു. അത് മാത്രമല്ല ഇങ്ങനെ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്?